ഉസ്താദി ഇബ്നുൽ ഉസ്താദ് എന്നവർ മാറ്റം പറഞ്ഞു. രണ്ട് മസലക്കടയിൽ രണ്ട് മസല ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ല, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പോലും. ഫൈൻ ബിഅന്നഹു തമ്മ ഫൈൻ അയ്യനഹു വഖ്തഅ, അതാണ് ഒരു മസല. ഇമാമിന്റെ പേരെടുത്ത് പറഞ്ഞ് പിഴച്ചു പോയി പറ്റോ? ഇല്ല. മേറാബിൽ ഒരാളെ കണ്ട് ഇയാളെ തുടരുന്നു, സെയ്ദ് എന്ന പേരുള്ള ഇയാളെ ഞാൻ തുടരുന്നു. നോക്കുമ്പോഴേക്ക് അമ്രാൻ പറ്റൂലേ? വ്യത്യാസമുണ്ട്. ഇബ്നുൽ ഉസ്താദ് അത് ബയാന് റേഡിയോ ഫിക്കിയിലുണ്ടല്ലോ, ഖാക്കന്മാരിൽപ്പെട്ട തന്നെ ഇബ്നുൽ ഉസ്താദ് തന്നെ പറയും. എന്ന മസ്അലയിൽ തസവ്വറ ഫീ ദീനിഹി മുഅയ്യനൻ ഇസ്മുഹു സൈദുൻ, അവന്റെ അഖീദ എന്താണ്? ഈ നിൽക്കുന്നയാള് സെയ്ദ് എന്ന തടിയാണ് എന്നാണ്. അപ്പൊ സെയ്ദ് എന്ന ഈ തടിയോടാണ് പിൻപറ്റിയത്. ഇമാം, ഇവൻ തന്നെയാണല്ലോ ഇമാമ്. നോക്കുമ്പോഴേക്ക് ഇത് സെയ്ദല്ല. ഫലം യസിഹ ലിൽ ഇല്ലതൈനിൽ മദ്കൂറതൈനി, ഇവിടെ പറഞ്ഞ രണ്ടില്ലത്തിന് വേണ്ടി ഒന്ന് റബ്തുഹുമാ ബിമൻ ലം യൻബിൽ ഇഖ്തിദാബി ഔ ബിമൻ ലൈസ ഫീ സലാത്തിൻ, അവ രണ്ടിൽ നിന്ന് ഏത് ഇല്ലത്തും ഇവിടെ സാദിഖായില്ലേ? അൽ മഅലൂമി മിൻഹുമ, രണ്ടും കൂടെ ഇല്ലത്ത് നമുക്ക് വേണ്ട. ആ രണ്ടിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നഹു ലം യജ്സിം ബിഇമാമത്തി ദാലിക്കൽ ഗൈരി, സെയ്ദ് എന്ന തടിയല്ലാതെ വേറൊരാൾ ഇമാമത്ത് നിന്നിട്ട് ഫലയില്ല എന്നല്ലേ? ഈ രണ്ട് ഇല്ലത്തിൽ നമുക്ക് വേണമെന്നല്ല, ഈ രണ്ട് ഇല്ലത്തിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണ്. അടുത്ത മസല ഏതാ? മേറാബിന്റെ അകത്തൊരാളെ കണ്ടു, ഈ കാണുന്ന ജഡത്തെ ഞാൻ പിൻപറ്റുന്നു, അവന്റെ പേര് സെയ്ദ് എന്നാകുന്നു. നോക്കുമ്പോഴേക്ക് സെയ്ദല്ല പോലും, അവിടെ ഒന്നും വരാനില്ല. ജസമ ഫീ കുല്ലി തിൽക സുവരി, കുറേ രൂപം പറഞ്ഞിട്ടുണ്ട് അവിടെ. ആ രൂപത്തിലെല്ലാം അവൻ തീർത്ത് പറയുന്നു ബിഇമാമത്തി മൻ അല്ലഖ ഇഖ്തിദാഹു ബിശഖ്സിഹി, ഏത് ശഖ്സിനോടാണോ ഇവൻ തുടരാൻ നിശ്ചയിച്ചത് അവനോട് തന്നെയാണ് തുടരുന്നത്. വഖസദഹു ബിഐനിഹി ലാകിന്നഹു അഖ്തഅ ഫിൽ ഹുക്മി അലൈഹി ഇഅ്തിഖാദൻ ഔ ദന്നൻ ബിഅന്ന ഇസ്മഹു സൈദ്, ഈ മേറാബിലുള്ളതായ ജഡത്തിന്റെ പേര് സെയ്ദാണ് എന്ന് വിധി കൽപ്പിച്ചതല്ലേ പഴച്ചിട്ടുള്ളൂ. സെയ്ദാണെങ്കിലാകട്ടെ, ആകുന്നില്ലെങ്കിൽ ആകട്ടെ, നമുക്കെന്താ അതറിയേണ്ടത്? സെയ്ദാണെങ്കിലും അല്ലെങ്കിലും തുടരൂല, തുടരുമെന്ന് മാറ്റി പറയുന്നുണ്ടോ? ഇല്ല. മറ്റേത് സെയ്ദാണെങ്കിലല്ലേ തുടരുന്നുള്ളൂ, ഇത് ഈ തടിയോടല്ലേ തുടരുന്നത്. ആ പേരിലുള്ള അട്ടിമറി എന്താവൂല? ഈ ഇമാമിനെ എന്ത് പേര് വിളിക്കണം എന്ന ഒരു നിസാരമായ സംഗതിയാണത്. ആരെ തുടരണമെന്നതാണോ? ആ ഖത മനുഷ്യന്റെ ദേഹത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ ദേഹം വേണ്ടെന്നുണ്ടോ? ആ ഖത്ത് ആർക്ക് ബാധിക്കുന്നില്ല? ശഖ്സിനെ. പിന്നീട് തെറ്റി വെളിവായാൽ ഈ ലന്നിന് വിലയും ഇല്ല. അതുകൊണ്ട് ഇത് സെയ്ദാണോ അംറാണോ എന്ന തസ്ദീഖിലാണ് പിഴവ്. അത് നമുക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല, അതെന്തോ ആയിക്കോട്ടെ.
ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താ കിട്ടിയ? قول ابن العمادي ഇബ്നുൽ ഇമാദ് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്ത്? محل ما صححه النووي من أنه متى علق القدوة بالحاضر الذي يصلي لم يضر اعتقاد كونه زيدا من غير ربط باسمه. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹാദിറായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഈ കാണുന്ന മനുഷ്യൻ സെയ്ദ് എന്നറിയപ്പെട്ട ഈ മനുഷ്യനെ ഞാൻ തുടരുന്നു എന്ന് പറഞ്ഞാൽ സ്വഹീഹാണ് എന്ന് നബവി ഇമാം സത്യസന്ധമായി തെളിയിച്ചില്ലേ? അത് എവിടെയാണ്? ഇന്നല്ലക്കൽ ഖുദുവത ബിശഖ്സിഹി, ഇവന്റെ തുടർച്ച മുഴുവനും ഇതിന്റെ മേലെയാക്കണം. ആ വൈല്ല അങ്ങനെയല്ല, പേരിലേക്കാണ് തൂങ്ങിയതെങ്കിലോ ശരിയായിട്ട് പേരെന്നെയാണ് പോലും അവന്റെ ഏത്തിമാത് ഖുദുവത ബിൽ ഹാദിരി, ഹാദിർ തന്നെ, പക്ഷെ സെയ്ദ് ബിസൈദിൻ അൽ ഹാദിരി ബിസൈദിൻ ഹാദാ വലം യഖ്തുർ ബിബാലിഹി അശഖ്സു, അവന്റെ മനസ്സിൽ എന്ത് ചിന്താഗതി വരുന്നേയില്ല. ഈ ജഡം എന്ന ഓർമ്മ തന്നെ ഉണ്ടാ, പിന്നെ എന്തിന്റെ മേലെ പരിപൂർണമായി തഅ്വീലാക്കി. എന്നാ ഫലായിസു ഇമാം അനിൽ അയിമത്തി, ഇമാമുൽ ഹറമൈനി ആരെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്? ഇമാമിങ്ങളെ തൊട്ട് നിഹായത്തുൽ മുത്ലബിലുണ്ട്. എന്തേ? സിഫത്തുൻ ലിസൈദിൻ, അൽ ഹാദിർ എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ കാര്യം? അൽ ഹാദിർ അല്ലല്ലോ നിങ്ങൾ ഈ എത്തിമാതാക്കിയത് ഇവിടെ, സെയ്ദല്ലേ? അല്ലദീ ലന്നഹു വഖ്തഫി വയൽസമു മിനൽ ഖതഇ ഫിൽ മൗസൂഫി അൽ ഖതഉ ഫി സിഫത്തി. മൗസൂഫില്ലാണ്ട് പിന്നെ സിഫത്തും പറഞ്ഞിട്ട് പല ഉണ്ടാ? ഇവിടെ സിഫത്തല്ലേ വയ്യ വരുന്നത്, മൗസൂഫ് പിഴച്ചില്ല. ഇപ്പോ അപ്പൊ ആരെ പോലെയായി? അതെ, ഇങ്ങനെ തകരാറ്. ഇബ്നുൽ ഇമാദിന്റെ ഈ പ്രസ്താവനയോടെ എന്താ പ്രസ്താവന? من أن القدوة بالحاضر لا تستلزم تعليق القدوة بالشخص. ഹാദിറിനോട് തുടർന്നത് കൊണ്ട് ഷഖ്സിനോട് തുടർന്ന് എന്ന് ഉറപ്പിക്കാൻ വയ്യ. കാരണം ഹാദിറായ ഈ സെയ്ദിനെ ഞാൻ തുടരുന്നു. ഹാദിർ എന്ന ഒരു സിഫത്ത് പറഞ്ഞത് കൊണ്ടൊന്നും ഷഖ്സാണോ അല്ലയോ എന്ന് കിട്ടൂല. മുമ്പൊരു ഫർക്കും പറഞ്ഞല്ലോ 326 അതിൽ നിന്നും. അതുപോലെ വബിമാ തഖററ കൊണ്ടും രണ്ടെണ്ണം. ഒന്ന് ഇബ്നുൽ ഉസ്താദ് പറഞ്ഞത് 326 ആകെ കൊണ്ട് യന്തഫി ഇസ്തിസ്കാലിൽ ഇമാമി, ഇമാമിന്റെ ചോദ്യത്തിന് ഉത്തരായി. ഇമാമൻ എക്കശക്കാക്കിയിട്ടുണ്ട് നിഹായത്തുൽ മുത്ലബിൽ. ഈ മസല എങ്ങനെ ശരിയാകില്ല, ഈ മസല എങ്ങനെ നടപ്പിൽ വരുത്തുന്നു? എന്തേ? തസവുറ കൗനിയത്തിൽ ഇഖ്തിദാഇ ബിസൈദിൻ അല്ലദീ ഹുവ റബ്തു സാബിഖു യൂജദു മാ ഗഫലതിഹി അൻ ഹുദൂരിഹി. ചോദ്യം മത്തിനുകാരോടാ ചോദിച്ചത്. ഇബ്നുൽ ഇമാദിന്റെ പ്രസ്താവന കൊണ്ടും ഇബ്നുൽ ഉസ്താദിന്റെ ഫർക്ക് കൊണ്ടും ബോധ്യപ്പെട്ടു. ഇമാമുൽ ഹറമൈനിയുടെ ചോദ്യത്തിന് ഉത്തരം എന്താ ചോദ്യം? ഇഖ്തിദാഇന്റെ നിയ്യത്ത് എങ്ങനെയാണ് തസവ്വുറാവുക? സെയ്ദിനോട്. ലമ്മാ കാനൽ ഇഖ്തിദാഉ ബി സെയ്ദിൻ ഹുവ റബ്തു സ്വലാത്തി ബി സ്വലാത്തിഹി എന്നല്ലേ? സെയ്ദിന്റെ നമസ്കാരത്തോട് ബന്ധിപ്പിക്കാനല്ലേ? അല്ലദീ ഹുവ അർറബ്തു സാബിഖു, പണ്ട് പറഞ്ഞ റബ്ത്താണല്ലോ അത്. 326 പറഞ്ഞ റബ്ത്ത് ഇബ്നുൽ ഉസ്താദ് സാബിഖ് 328 ومن فرق الأستاذ السابق 328 الذي هو الربط السابق 326 يوجد എത്തിക്കപ്പെടുക മാ ഗഫലതിഹി അൻ ഹുദൂരിഹി, ഹൃദയത്തിൽ ഓർക്കാതെ. ആരെ ഹാദിറാണ്? അങ്ങനെ ഉണ്ടാകരുന്ന എന്തേ? ലിസ്തിൽസാമി ദാലിക
اقتداء بمن ബിമൻ ലാ യുറഫു വജൂദുഹു, ആളെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഒരാളോട് തുടരും പോലെ ആവൂലേ? അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവോ? അങ്ങനെ ലാസിമാവൂലേ? ആണ്. വയബൂദു സുദൂറു ദാലിക മിൻ ആഖിരി, ഒരു ആഖിരിൽ നിന്നും ഈ രൂപത്തിലുള്ള ഒരു തുടർച്ച ഉണ്ടാകുമോ? അതുകൊണ്ട് നിങ്ങളുടെ മത്തിനിൽ പറഞ്ഞതിന് എന്താ അർത്ഥം എന്നാണ് അവർ ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞല്ലോ എല്ലാം. പിന്നെ അന്നൽ കുതുവത്ത ബിൽഹാദിരി ലാ തസ്തൽസിമു താരീഖൽ കുതുവത്തി ബിശഖ്സി. ഈ ഇമാമുൽ അർമേനി പറയുന്നത് തസ്തൽസിമു എന്നാണ്. അല്ലെങ്കിൽ ഗഫലത്തായിട്ട് എങ്ങനെ ആളുണ്ടോ ഇല്ലയോ എന്നറിയാണ്ട് തുടരും പോലെ ആയിപ്പോകൂലേ. എന്നാൽ ഖൗലി ഇബ്നുൽ മുഖ്രി ഇസ്തിസ്കാൽ പോലെ തന്നെ വാക്കി. ആ ചോദ്യത്തിന് ഉത്തരം ആയിട്ടില്ല പോലും, ആയിട്ടേ ഇല്ല പോലും. സുമ്മ അജാബ, പിന്നെ ഇബ്നുൽ മുഖ്രി ഉത്തരം പറഞ്ഞു. ബിമാ ലാ യുലാഖീഹി, മതിയാകാത്തൊരു ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മർദൂദ്. ഇബ്നുൽ മുഖ്രിന്റെ ഖൗലൊക്കെ എന്താ? വലാ യുനാഫി മാ മറ എന്ന് പറഞ്ഞാൽ 328. ഈ പറഞ്ഞതൊന്നും തന്നെ എതിരല്ല. മാ മറ സ്വഹീഹ് തന്നെയാണ് എന്ന് പറഞ്ഞത്. ഈ സൈദിൻ അതാണ്. സൈദിൻ ആദായിൽ പറ്റൂലേ? എന്തതിരല്ല? തഖ്രീജുൽ ഇമാമി വഗൈരിഹി, ഇമാം അൽ അർമൈനിയും അല്ലാത്തവരും കൊണ്ടുവന്നത് അസിഹത്ത ഫീഹി, അതേ സ്ഥലത്ത് തന്നെ സഹീഹാണെന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അലാ അന്ന ഇസ്മൽ ഇശാറത്തി ഫീ ബദലുൻ, അവിടെ എന്തുകൊണ്ടാണ് പോലും സഹിയായത്? ഇസ്മുൽ ഇശാറത്ത് ബദലായിട്ടാ വന്നത് പോലും, അതുകൊണ്ടാണ് അവിടെ പറ്റിയത്. ഇത് ഇല്ലത്തും പറഞ്ഞിട്ടുണ്ട്. മാമറ എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്കൂൽ അനുസരിച്ച് തുടർച്ച സഹിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? മിന സിഹത്തി അലൽ മങ്കൂലിൽ മുറജ്ജഹീന്നില്ലേ 328 ബയാനാക്കിയിട്ടില്ലേ? ഫയസിഹു അലൽ മങ്കൂലിൽ മുറജ്ജഹി 328. വഹുവ യദുന്നുഹു വ യഅതഖിദുഹു സൈദൻ ഫമാന അംറൻ ഫയസിഹു അലൽ ഖൗലിൽ മങ്കൂലിൽ മുറജ്ജഹി ഫി റൗള എന്ന് പറഞ്ഞില്ലേ? അതിനോടെതിരല്ല ഇമാമുൽ ഹർമൈനി കൊണ്ടുവന്നത് സഹീഹാണ് എന്ന്. അതേ മസലയിൽ സഹീഹാണ് എന്ന്. അലാന്ന ഇസ്മുൽ ഇശാറത്തി ഫീഹി ബദൽ, എന്തുകൊണ്ടാ സഹീഹായത് പോലും? വഹുവ മുബദൽ മിൻഹു ഫീ നിയ്യത്തി തർഹി, തർഹിന്റെ നിയ്യത്തിലാണ്. നിലയും വിലയും ഇല്ല. മുബദൽ മിൻഹുവിന് വിലയില്ല പോലും, ബദല് വന്നാൽ. ഫകന്നഹു ഖാല, അപ്പോൾ അവന്റെ നിയ്യത്ത് എന്തായി? ഖൽഫ ഹാദാ, ഖൽഫ സൈദിൻ ഹാദാ എന്ന് പറഞ്ഞത് ഖൽഫ ഹാദാ എന്നായി. വഅദമഹ സ്വഹീഹല്ല എന്നതിന് ന്യായം പറഞ്ഞത് അലാ അന്നഹു അത്ഫു ബയാൻ. ഏത് തർക്കീബ് വെച്ചാൽ അത്ഫുൽ ബയാനാക്കിയാ പറ്റൂല. അപ്പൊ സൈദ് തന്നെയാണ് അത്ഫുൽ ബയാനാകുമ്പോ ആദ്യത്തേത് മുറാദ് തന്നെയാണ്. അതിന് ഇലാഹാണ് രണ്ടാമത്തത്. സൈദ് ഇല്ലതാണ്. ആ സൈദല്ലല്ലോ അമ്രല്ലേ ഉള്ളത്. ഈ പറഞ്ഞ ദലീലെല്ലാം ഇന്നമാഹുൽ ബയാനി മുദ്റക്കിൽ ഖിലാഫി, ദലീലിലുള്ള വ്യത്യാസങ്ങൾ മാത്രം, മസലയിലല്ല മാറ്റം. അത്ഫുൽ ബയാനാക്കരുത്, ബദലാക്കണം. എങ്ങനെയായാലും മസലക്കേത്തോട് തർക്കിച്ചാ ഇല്ല. പിന്നെ എതിരില്ല എന്ന് പറയാൻ കാരണം ഈ തഖ്രീജൊക്കെ മുദ്റക്ക് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. മുദ്റക്കുൽ ഖിലാഫ് 328 മുദ്റക്കുൽ ഖിലാഫ്. ഖിലാഫിന്റെ മുദ്റക്ക് എന്താണ്? ഖിലാഫിന്റെ മുദ്റക്ക് 328 കൊടുത്തിട്ടുണ്ട്. മുദ്റക്കുൽ ഖിലാഫ് ഫയസിഹു അലൽ മൻഖൂലിൽ മുഅ്തമദി എന്ന് പറഞ്ഞു. വൈന ഖാല ജമുൻ ഫീ റദ്ദിഹി
മറ്റൊരു മുതറക്കാക്കി 328. വഅമ്മൽ ഹുക്മു അലൽ മുഅ്തമദി, അന്തിമമായ വിധി ഫഹുവ മാ ഖദ്ദംതുഹു. 328 ഞാൻ പറഞ്ഞ തന്നെ സഹിയാണ്. 328 എന്താണ് അവർ ഇങ്ങനെ കൊത്തിവലിച്ചെന്നല്ലുള്ളൂ. അത്തുഫുൽ ബയാനാക്കണ്ട. അത്തുഫുൽ ബയാനാക്കിയ പ്രശ്നം വരൂ, ബദലാക്കണം. എങ്ങനെയായാലും മസലക്കകത്ത് ആരെങ്കിലും തർക്കമുണ്ട? ഇല്ല. മുദ്രക്കല്ലേ തർക്കം വന്നിട്ടുള്ളൂ. അമീൻ സമ്മ. അതുകൊണ്ടാണല്ലോ ഇസ്തവ സൈദുൻ ഹാദാ വഹാദാ സൈദുൻ ഇംബുജിദ റബ്തു ബിശഖ്സി. ജഡത്തോടാണ് തുടർച്ചയെങ്കിൽ സഹ വഇല്ല ഫല. വഅമ്മൻ നദറു ലിൽ ബദലി വഅത്ഫിൽ ബയാൻ. ബദലാണോ അത്ഫുൽ ബയാനോ? ഫഇന്നമാ യതഅത്ത ഇൻദ അദമി ദാലിക റബ്തിന. വൽ മുറാദു ബിഹിമാ ഹുനാ. വൽ മുറാദു ബിഹിമാ ഹുനാ എന്താണ്? സൈദുൻ ഹാദാ ഹാദാ സൈദ് എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ലഫ്ളാണ്, അല്ല മാനിയാണ്. കാരണം ലിഅന്നൽ ബഹ്സ ഫി നിയ്യത്തിൽ ഖൽബിയ്യ. എന്തിലാണ് ചർച്ച? നിയ്യത്തുൽ ഖൽബിയ്യ. എന്താണ്? അപ്പോ ബദലാണോ അത്ഫുൽ ബയാനോ ഒന്നും നമ്മൾ പറയാം. വമിൻ സമ്മ ഖാലു ലാ യതഖറജുൽ ഖിലാഫു ഹുനാ. ഇവിടെയുള്ള ഖിലാഫ് തഖ്രീജാവുല. ലാ യതഖറജുൽ ഖിലാഫു ഹുനാ. ഇവിടെ മൗജൂദായ ഖിലാഫ് കടന്നു വരുന്നതല്ല. ഫി ബിയത്തു ഹാദിഹിൽ ഫർസാൻ. എവിടെ കടന്നു വരൂല? ഒരാളെന്ത് പറഞ്ഞു? കച്ചവടം ചെയ്തു പോലും വാങ്ങുന്ന ആളും വന്ന് ഈ കുതിരന്റെ വില പറഞ്ഞു. നോക്കുമ്പോ അല്ലാ ബഹലത്താന്ന് പോലും തട്ടുകുതിരൻ കോപം കെടുത്ത്. എന്നാലും എന്താ മസല? ബാത്തിലാണ്, പഞ്ചറാണ്. ഇബാറത്ത് തകിടം പറയുന്നതിൽ എന്തുണ്ട്? പ്രത്യേകമായ ഒരു വിഷമം ഇവിടെ ഉണ്ട്. വയ്യൽ ഉണ്ട്. കച്ചവടം ശരിയാവോ? ഇല്ല. ലാഹുന ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് അൽഫാദിലുള്ള പേര് വ്യത്യാസം കൊണ്ടൊന്നും കളിക്കണ്ട. ആ റബുത്ത് ഷഖ്സ് കൊണ്ടുള്ള റബുത്തും ഇസ്മ കൊണ്ടുള്ളതും എതിരായി. അങ്ങനെയാണത്. ഇൻകാന സൈദൻ ലം യസിഹ കമാ ഹുവ ബാഹിർ മിമാ തഖററ. എന്തേ എന്താ പറ്റാത്തത്? സൈദിനോടാ തുടരുന്നത്, അംറിനോടല്ല. മാ ഖദ്ദംതുഹു എന്ന് പറഞ്ഞ 328 ഇല്ല. വലൗ തആറള റബ്തു ബിശഖ്സി. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരത്ത്? ചിലർ ചർച്ച ചെയ്യുന്നു തുടർച്ച ശരിയാണ് കയ്യോട് മാത്രം. മുമ്പിൽ നിന്ന ആളുടെ കയ്യോട് തുടർന്നു, അല്ലെങ്കിൽ ചന്തിയോട് തുടർന്നു, അല്ലെങ്കിൽ മുട്ടിനോട് തുടർന്നു എന്ന് പറഞ്ഞു ഒരു ജുസ്. എന്നാ ശരിയാവോ? തലാഖിനോട് ഖിയാസ് പോലും. ചിലർ പറയുന്നത് ചിരിയും കളിയാണ്. ഒരു മനുഷ്യനോടല്ലേ പിൻപറ്റേണ്ടത്? അതുകൊണ്ട് മുത്തലായിബായി വയുറദ്ദു അലല്ലിത്തിലാഖി പറഞ്ഞതൊന്നും ശരിയല്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മസല ശരി തന്നെയാണ്. ഇപ്പം പറഞ്ഞ മസല പറ്റൂല തന്നെ. ഇല്ലത്ത് ഇതങ്ങനൊന്നും പറയണ്ട. ലാലിമ അല്ലല ബിഹി ഫാസ്ബു. ഇല്ലത്ത് പറഞ്ഞത് മാത്രമല്ല, വേറെ ശരിയായ ഇല്ലത്തുണ്ട്. മനുഷ്യനോടാണ് ഇവിടെ കളി, ഇമാമിനോടാണ്. കയ്യോ കാലോ മൂക്കോ ചന്തിയോ മനുഷ്യനായ അതുകൊണ്ട് ആളോടാണ് തുടരുന്നത്. ഇതിനോടല്ല.
ഇല്ലാ ഇന്നവ അന്നഹു അബ്റബിൽ ബയാദി അനിൽ കുല്ലി. അല്ലെങ്കിൽ പിന്നെ അവിടെ കരുതി ഉറപ്പിക്കണം, ഞാൻ ബയാദിന്റെ പേരേ പറയുള്ളൂ, എൻ്റെ നീയത്ത് മുഴുവനും തന്നെയാണ് കുല്ലാണ്. തഖ്രീജു ഹാദാ, ഇതിനെ തഖ്രീജാക്കൽ അലാ ഖായിദത്തി അന്നമാ യഖ്ബലു തഅലീഖ കതലാഖിൻ വൈതിഖിൻ തസിഹു ഇളാഫത്തുഹു ഇലാ ബഅദിൻ. ഇങ്ങനെ ഉണ്ടല്ലോ, ഇലാ ബഅദി മഅല്ലി ഇലാ ബഅദി മഅല്ലിഹി പറ്റുന്നുണ്ടല്ലോ. അന്നമാ യഖ്ബലു തഅലീഖ. ഈ മസല ശരിയാകണ്ടെങ്കിൽ ചില ആൾ പറയുന്നത് ആദിക്കുന്ന നിയമം വായിക്കും എന്നിട്ട് ശരിയാകുന്നുണ്ടോ നോക്ക്. അന്നമാ യഖ്ബലു തഅലീഖ, തലാഖീത്ത് പോലെ എന്നാ ബഅദിലേക്ക് ചേർക്കാം. വമാ ലാ കനിക്കാഹിൻ വറജിയത്തി ലാ യസിയു ഫീഹി ദാലിക. എന്നിട്ട് അതിൽ നിന്ന് ഈ നമസ്കാരത്തിന്റെ മസല കണ്ടെത്ത്, ഈ രണ്ട് ജാതിയിൽ നിന്ന്. വല്ലിമാമത്തു മിയസാനി ഫീഹി നദർ. അങ്ങനെ തഖ്രീജാക്കലെല്ലാം ബുദ്ധിമുട്ടാണ്, ആക്കിക്കൂടാ. ലിഅന്നൽ ഖായിദത, ആ നിയമം ഫിൽ ഉമൂരിൽ മഅനവിയ്യത്തി അൽ മൽഹൂദി ഫീഹാ അസ്സറായത്തു വഅദമുഹാ, അതെല്ലാം മഅനവിയായ ഉമൂറിലാണ്, നേരെ കാണുന്ന ഉമൂറിലല്ലാതെ. വമാനാനു ഫീ ലൈസ കദാലിക, നമ്മൾ പറഞ്ഞതൊന്നും മഅനവിയായ ഉമൂറിലല്ല. ഹുനാൽ മുതാബഅത്തു വഹിയ അംറുൻ ഹിസ്സിയ്യുൻ ലാ യതസവ്വറു ഫീഹി തജസ്സിൻ ബിവജ്ഹി. അവിടെ എന്തില്ല, ഓഹരി അകലില്ല. തജസ്സിൻ ബിവജ്ഹി വലാ യതഹഖഖു ഇല്ലാ ഇൻ റുബിതത് ബിൽ ഫീലി. ആകെ എന്താക്കണം, ബന്ധിപ്പിക്കണം, നേരെ കാണുന്ന രൂപത്തിലുള്ള ബന്ധിപ്പിക്കൽ. മൗലവിയാണോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ മസ്അല എതിരായി കഫാലത്തിന്റെ ബാബിൽ വരുന്നത് 5,257 5,257 മിനൽ ഫർഖി. ഇവിടുത്തെ മസലയും അവിടുത്തെ മസലയും വ്യത്യാസമുണ്ട്. 5,257 നഹവി അല്ല ബൈന നഹവിൽ യദി വ നഹവിൽ റൽസി. അവിടെ പലതും പറഞ്ഞിട്ടുണ്ട്. 5,257 കഫാലത്തിൽ ഒരു മുടക്കവും തന്നെ ഇല്ല. എന്താ കഫാലത്തിന്റെ ബാബുണ്ട് 5,257. അവിടെ എന്ത് പറയുന്നു? അവിടെ ഇങ്ങനെ പറ്റുന്ന രൂപങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കഫാലത്ത് അതും ഇതും ഒരുപോലെയാണോ? ഇല്ല. ബദന കൊണ്ട് കഫാലത്ത് നിന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണുന്നുണ്ട്. ബദന കൊണ്ട് കഫാലത്ത് നിന്നത് സിഹത്തു കഫാലത്തിൽ ബദൻ, ബദനിന്റെ കഫാലത്ത് സഹിയാണ്. ഔ ജുസീ മിൻഹു, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ജുസ്. ഷായീൻ, ഏത് ജുസ്, ഏതെന്ന് അടയാളപ്പെടുത്താതെ 10ൽ ഒരു ഭാഗം. ഔ മാലാ ബഖാ ബിദൂനിഹി കറൂഹിഹി ഔ റഅസിഹി ഔ ഖൽബിഹി, എല്ലാം പറ്റും. അത് കഫാലത്ത് പറ്റിക്കോട്ടെ. ഇവിടെ പറ്റോ? ഇല്ല.